Good morning, my dear students. Next topic, customers of a bank. Then banking and insurance എന്ന് പറയുന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇത്, കസ്റ്റമേഴ്സ് ഓഫ് എ ബാങ്ക്. ദെൻ അതിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് എ കസ്റ്റമർ, ജനറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ, സ്പെഷ്യൽ റിലേഷൻ ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ, ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കർ, റൈറ്റ്സ് ഓഫ് എ ബാങ്കർ, റൈറ്റ്സ് ഓഫ് എ കസ്റ്റമർ, ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. ശരിക്കും ഒരു ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്. അതേപോലെ തന്നെ ബാങ്കറുടെ ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണ്, അതേസമയം തന്നെ ബാങ്കറുടെ റൈറ്റ്സ് ഓഫ് എ ബാങ്കർ, ബാങ്കറിൻ്റെ റൈറ്റ്സും ഒബ്ലിഗേഷൻസും എന്താണെന്ന്, അതേസമയം തന്നെ കസ്റ്റമർക്ക് ഉണ്ടായിരിക്കേണ്ട അധികാരത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇത്, കസ്റ്റമേഴ്സ് ഓഫ് എ ബാങ്ക് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഒരു ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഏതൊക്കെ കാര്യത്തിൽ നമുക്ക് ബാങ്കുമായി സമീപിക്കാം, അതേപോലെ തന്നെ ഏതൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണുള്ളത്, ബാങ്കിൻ്റെ ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണ്, ഒരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് ബാങ്കർക്കുള്ള ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ്, ഫസ്റ്റ് വൺ ഈസ് മീനിങ് ഓഫ് എ കസ്റ്റമർ. കസ്റ്റമർ എന്ന് പറയുമ്പോൾ ദ ടേം കസ്റ്റമർ ഹാസ് നോട്ട് യെറ്റ് ബീൻ സ്റ്റാറ്റ്യൂട്ടറിലി ഡിഫൈൻഡ്. Then, in common languages, the term customer means a person who has an account with a bank. What is meant by customer? A customer means a person who has an account with a bank. ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന വ്യക്തിയെ നമുക്ക് എന്തെന്ന് പറയാം, കസ്റ്റമർ എന്ന് പറയാം. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറിലി കസ്റ്റമർ എന്ന് പറയുന്ന ഒരു ടേമിനെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ ടേം കസ്റ്റമർ മീൻസ് എ പേഴ്സൺ ഹു ഹാസ് an account with a bank. Old banking expert used to give emphasis to the duration for which a person maintain an account with a bank. For example, according to Sir John Paget, accounts to a customer, there must be some recognizable course or habit of dealing in the nature of regular banking business. അതായത് ഒരു കാലാവധി പറഞ്ഞിരിക്കണം. ഒരു കാലാവധി പറഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ റെഗുലർ ട്രാൻസാക്ഷൻസ് ഉള്ള വ്യക്തികളെ മാത്രമാണ് നമുക്ക് എന്തെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ, ബാങ്കിൻ്റെ കസ്റ്റമറാണെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ എ പേഴ്സൺ ഡസ് നോട്ട് ബിക്കം എ കസ്റ്റമർ സിംപ്ലി ബൈ ആൻ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് വിത്ത് എ ബാങ്ക്. ശരിക്കും ഒരു സിമ്പിൾ ലാംഗ്വേജിൽ നമുക്ക് പറയുകയാണെങ്കിൽ ദെൻ എ പേഴ്സൺ ഹു ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് വിത്ത് എ ബാങ്ക് ഈസ് ഓൾസോ കോൾഡ് ആസ് എ കസ്റ്റമർ. ദെൻ അതിൽ തന്നെ ഡോക്ടർ ഹാർട്ട്, എ കസ്റ്റമർ ഈസ് വൺ ഹു ഹാസ് എൻ അക്കൗണ്ട് വിത്ത് എ ബാങ്കർ ഓർ ഫോർ ഹും എ ബാങ്കർ ഹാബിച്വലി അണ്ടർടേക്ക് ടു ആക്ട് സച്ച് ആസ് വിത്ത് എ വ്യൂ ആസ് ഓൾസോ കൺഫേംഡ് ബൈ ദ കേരള ഹൈക്കോർട്ട്. മാത്രമല്ല അതിൽ രണ്ട് ഡയറക്ഷൻസ് പറയുന്നുണ്ട്. ഹീ ഷുഡ് ഹാവ് ആൻ അക്കൗണ്ട് വിത്ത് എ ബാങ്ക്. തീർച്ചയായിട്ടും ഒരു കസ്റ്റമർ ആയിരിക്കണമെങ്കിൽ ആ കസ്റ്റമർക്ക്, ആ വ്യക്തിക്ക് ആ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള വ്യക്തിയെ മാത്രമേ നമ്മൾ കസ്റ്റമറാണെന്ന് അംഗീകരിക്കുള്ളൂ. സെയിം ടൈം ദ ഡീലിംഗ് ബിറ്റ്വീൻ ദ ബാങ്കർ ആൻഡ് കസ്റ്റമർ ഷുഡ് ബി റെഗുലർ ബാങ്കിങ് ബിസിനസ്. സ്ഥിരമായിട്ട് നമുക്കറിയാം, നമ്മൾ ഒരു വർഷമോ അല്ലെങ്കിൽ 2 വർഷമൊക്കെ നമ്മൾ യാതൊരു ബാങ്കിങ് ട്രാൻസാക്ഷൻസും നടത്തുന്നില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ക്യാൻസൽ ആവുന്നുണ്ട്. അപ്പോൾ റെഗുലർ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഉള്ള അക്കൗണ്ട് ഹോൾഡേഴ്സിനെ മാത്രമാണ് നമ്മൾ എന്തെന്ന് പറയാനായിട്ട് പാടുള്ളൂ, കസ്റ്റമർ എന്ന് പറയാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്ക് കൂടിയാണ് നമുക്കിത് പഠിക്കാനുള്ളത്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയാണ്. അതിൽ എ കസ്റ്റമർ സിംപ്ലി ബൈ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് വിത്ത് ബാങ്ക്. ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഹു ഈസ് എ കസ്റ്റമർ, ഡിഫൈൻ കസ്റ്റമർ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഹു ഈസ് എ കസ്റ്റമർ, ആരാണ് കസ്റ്റമർ എന്ന് ചോദിക്കുമ്പോൾ സിംപ്ലി ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് വിത്ത് ദ ബാങ്ക്. Customer simply refers to who is opening an account with the bank is also called as customer. ബാങ്കിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട്, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ച് അറിയാം. ഏതൊക്കെയാണ്? ദെൻ അവിടെ സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാവാം, കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ അക്കൗണ്ട് ഹോൾഡറെയാണ് നമ്മളവിടെ എന്തെന്ന് പറയുന്നത്, കസ്റ്റമർ എന്നുള്ള പറയുന്നത്. ഇനി നമുക്ക് വാട്ട് ആർ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ. അപ്പോൾ 2 തരത്തിലാണ് നമുക്ക് ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കേസ് ജനറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ. സെക്കൻഡ് വൺ പറയുന്നത് സ്പെഷ്യൽ റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇത് ഒന്നുകൂടെ നമുക്കത് വ്യക്തമാക്കിയിരിക്കണം. എസ് എ ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കാറുള്ളതാണ്. സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ഓഫ് എ ബാങ്കർ ആൻഡ് കസ്റ്റമർ. ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജനറൽ റിലേഷൻഷിപ്പും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ റിലേഷൻഷിപ്പിനും ആണ് കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ജനറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ. ദറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. സെക്കൻഡ് വൺ ഈസ് ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി. തേർഡ് വൺ ഈസ് ആസ് എ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്. സാധാരണ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദ ജനറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ. ജനറൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ?
പൊതുവായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെ ആവാം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ ആവാം എന്ന് ചോദിക്കുമ്പോൾ 3 തരത്തിലാണ് ഒരു കസ്റ്റമറും ബാങ്കറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി റിലേഷൻഷിപ്പ്. ദെൻ തേർഡ് കേസിൽ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് റിലേഷൻഷിപ്പ്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ഹോൾഡറെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കസ്റ്റമർ എന്ന് പറയുന്നത്. ഈ കസ്റ്റമറും ബാങ്കറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറയുന്നത് ജനറൽ റിലേഷൻഷിപ്പ് എന്നും സെക്കൻഡ് ക്ലാസിഫിക്കേഷന് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് എന്നും പറയണം. അപ്പോൾ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രം ഉണ്ടാകാവുന്ന റിലേഷൻഷിപ്പിനെയാണ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവായിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്താ പറയുക, ജനറൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ദെൻ ഫസ്റ്റ് വൺ ഈസ് ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ്. ജനറൽ റിലേഷൻഷിപ്പിൽ 3 തരത്തിലാണ് നമ്മൾ പറയുക. ഒന്നുകൂടെ പറയാം, ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി റിലേഷൻഷിപ്പ്. ആൻഡ് തേർഡ് ഗൈസ് പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് റിലേഷൻഷിപ്പ്. ദെൻ ഫസ്റ്റ് പോയിന്റ് ഈസ് ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പിലെ that is the relationship between banker and his customer is primarily that of a debtor and creditor relationship in respective position being determined by the existing state of account. Then അവിടെ നമുക്ക് നിലനിൽക്കുന്ന ആ ഒരു ഇതനുസരിച്ച്, ഫോർ എക്സാമ്പിൾ ഇഫ് ദ കസ്റ്റമർ ഹാസ് എ ഡെപ്പോസിറ്റ് ദ ബാങ്കർ ആൻഡ് ഡെപ്റ്റർ, ഇഫ് ദ അക്കൗണ്ട് ഈസ് ഓവർഡ്രോൺ ബൈ ദ ബാങ്കർ ബിക്കം ആൻഡ് ഹിസ് ക്രെഡിറ്റർ. 2 തരത്തിലാണ് അവിടെ ക്ലാസിഫൈ ചെയ്യുക. നമുക്ക് ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ, നമ്മൾ ഡെപ്റ്റർ എന്ന് പറയുന്നത് ആരാണോ, ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം അല്ലേ. ഡെപ്റ്റർ എന്ന് പറയുന്ന ആളും ക്രെഡിറ്റർ എന്ന് പറയുന്നത് പണം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയെ നമുക്കവിടെ ക്രെഡിറ്റർ എന്നും പണം കൊടുക്കുന്ന ആളെ നമുക്ക് ഡെപ്റ്റർ എന്നും. അവിടെ നമ്മൾ പറയുന്നത് നമുക്ക് ആരെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ നമ്മൾ അയാൾ എന്താ പറയുക, ഡെപ്റ്റർ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് നമ്മളെപ്പോഴും കാണിക്കുക ഡെപ്റ്റർ എന്നുള്ള പേരിൽ സൺട്രി ഡെപ്റ്റേഴ്സ്. നിങ്ങൾ അത് ആലോചിച്ചാൽ മതി. അപ്പോൾ ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എപ്പോഴും മറക്കാതെ കിട്ടും. നമ്മൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലാണ് എപ്പോഴും ആരെ കാണിക്കാറുള്ളത്, ഡെപ്റ്റേഴ്സിനെ കാണിക്കാറുള്ളത് അല്ലേ. അതേസമയം നമ്മൾ ക്രെഡിറ്റേഴ്സ് എപ്പോഴെപ്പോഴാണ് എവിടെയാണ് കാണിക്കുക, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് നമ്മളിപ്പോഴും ക്രെഡിറ്റേഴ്സിനെ കാണിക്കാറുള്ളത്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പണം കൊടുക്കാനുള്ളവരെയാണ്, നമുക്ക് എപ്പോഴും ഒരു ബാധ്യതയാണ് എന്ത്, ക്രെഡിറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബാധ്യതയാണ്. ദെൻ അതേസമയം ഡെപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു അസറ്റാണ്. അപ്പോൾ ആ സെൻറ്റൻസിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുന്നത് എ ഡെപ്പോസിറ്റഡ് സെർട്ടൻ റുപ്പീസ് ഇൻ ടു ദ ബാങ്ക്. എ എന്ന് പറയുന്ന ഒരാൾ ഒരു സെർട്ടൻ എമൗണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ പൊസിഷൻ എന്താണ്, എ എന്ന് പറയുന്ന ആളുടെ പൊസിഷൻ എന്താണ്. എ എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ബാങ്കിൻ്റെ കസ്റ്റമറാണ്. ദെൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൻ്റെ പൊസിഷൻ എന്താണ്, ബാങ്ക് ആ എമൗണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. എ ചോദിക്കുന്ന പക്ഷം ആ പൈസ കൊടുക്കാനായിട്ട് അയാൾ റെസ്പോൺസിബിളാണ്. അപ്പോൾ ദെൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ആക്ടിങ് ആസ് എ ഡെപ്റ്റർ. എയെ സംബന്ധിച്ചിടത്തോളം ബാങ്കർ ആരാണ്, ഡെപ്റ്ററാണ്. ദെൻ എ എന്ന് പറയുന്ന ആൾ ക്രെഡിറ്ററാണ്. ദെൻ അത് തന്നെ ചിലപ്പോൾ റിവേഴ്സ് ആയിട്ട് വരാം. നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ കൂടുതൽ പൈസ നമ്മൾ പിൻവലിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കറണ്ട് അക്കൗണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ പിൻവലിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പിൻവലിച്ച് കഴിഞ്ഞാൽ ആ റിവേഴ്സ് ഓപ്ഷനിലേക്ക് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ബാങ്കർ ക്രെഡിറ്ററും നമ്മൾ ആരായിട്ട് മാറുകയും ചെയ്യും, ഡെപ്റ്ററായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. then ആ നോട്ട് ചെയ്യേണ്ട പോയിന്റിൽ ഫസ്റ്റ് വൺ ഈസ് ജനറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ. ഫസ്റ്റ് പോയിന്റ് ഈസ് ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് ഹിസ് കസ്റ്റമർ ഈസ് പ്രൈമർലി ദാറ്റ് ഓഫ് എ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. പ്രൈമറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ്. ദ റെസ്പെക്റ്റീവ് പൊസിഷൻ ബീങ് ഡിറ്റർമിൻഡ് ബൈ ദ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അക്കൗണ്ട്. അതായത് ആ അക്കൗണ്ടിൻ്റെ പൊസിഷൻ അനുസരിച്ചിരിക്കും അത് ഡെപ്റ്റർ ആണോ ക്രെഡിറ്റർ ആണെന്നോ പറയാനായിട്ട്. ബീങ് ഡിറ്റർമിൻഡ് ബൈ ദ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ കസ്റ്റമർ ഹാസ് എ ഡെപ്പോസിറ്റ് ദ ബാങ്കർ ഈസ് ഡെപ്റ്റർ. നോട്ട് ദ പോയിന്റ്. ഇഫ് ദ കസ്റ്റമർ ഹാസ് എ ഡെപ്പോസിറ്റ്, കസ്റ്റമർക്ക് ഒരു ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ദ ബാങ്കർ ഈസ് ദ ഡെപ്റ്റർ. ആൻഡ് ഇഫ് ദ അക്കൗണ്ട് ഈസ് ഓവർ ഡ്രോൺ ദ ബാങ്കർ ബിക്കംസ് ദ ക്രെഡിറ്റർ. കണ്ടോ, കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ബാങ്കർ ഡെപ്റ്ററും, അതേസമയം അതിൽ കൂടുതൽ എമൗണ്ട് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കർ ക്രെഡിറ്ററായിട്ട് മാറുന്നു. കണ്ടോ, അപ്പോൾ ബാങ്കർ എപ്പോഴാണോ ഡെപ്റ്റർ ആവണേ അപ്പോൾ കസ്റ്റമർ ആരായിരിക്കും, ക്രെഡിറ്റർ ആയിരിക്കും. ബാങ്കർ എപ്പോഴാണോ ക്രെഡിറ്റർ ആവണേ അപ്പോൾ കസ്റ്റമർ ആരായിരിക്കും, ഡെപ്റ്റർ ആയിരിക്കും. ഇതാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്.
അപ്പോൾ ഒരു കസ്റ്റമർക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ബാങ്കർ ആരായിരിക്കും? ദെൻ ഡെപ്റ്റർ. ദെൻ കസ്റ്റമർ ഓവർ ഡ്രോൺ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർ വിഡ്രോവൽസ് ആണ് കാണിക്കുന്നതെങ്കിൽ ബാങ്കർ ആരായിട്ട് മാറുകയാണ്? ക്രെഡിറ്ററായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആ റിലേഷൻഷിപ്പിൽ. Then if the customer has a deposit, the banker is the debtor, and if the account is overdrawn by the banker becomes the creditor. Through the relationship between the banker and his customer is that of a debtor and creditor. This relationship differ from similar relationship arising out of ordinary commercial debt in the following respect. ഇത് കമേഴ്സ്യൽ ഡെപ്റ്റിൻ്റെ കേസിലും ഇങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് എ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്ന റിലേഷൻഷിപ്പാണ്. ഇനി ഏതെങ്കിലും കമേഴ്സ്യൽ ഡെപ്റ്റുകളുടെ കേസിലും ഇതേപോലെ തന്നെ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ദെൻ അതിൽ ഫസ്റ്റ് വൺ, ദ ക്രെഡിറ്റർ മസ്റ്റ് ഡിമാൻഡ് പേയ്മെൻറ്റ് ഫ്രം ബാങ്ക്. അതായത് ദ ക്രെഡിറ്റർ മസ്റ്റ് ഡിമാൻഡ് പേയ്മെൻറ്റ് ഫ്രം ബാങ്ക്. അതായത് നമ്മൾ ക്രെഡിറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാങ്കിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ദ ക്രെഡിറ്റർ മസ്റ്റ് ഡിമാൻഡ് പേയ്മെൻറ്റ് ഫ്രം ബാങ്ക്. നമ്മൾ ഡിമാൻഡ് ചെയ്ത പക്ഷം ബാങ്ക് എന്ത് ചെയ്തിരിക്കണം? പേ ചെയ്തിരിക്കണം. നമുക്ക് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ഉണ്ട് എങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന പക്ഷം നമുക്ക് എന്ത് ചെയ്തിരിക്കണം? പേയ്മെൻറ്റ് നടത്തിയിരിക്കണം. അതാണ് ആ റിലേഷൻഷിപ്പ് പറയുന്നത്. ദ ക്രെഡിറ്റർ മസ്റ്റ് ഡിമാൻഡ് പേയ്മെൻറ്റ് ഫ്രം ബാങ്ക്. ദ ക്രെഡിറ്റർ മസ്റ്റ് ഡിമാൻഡ് പേയ്മെൻറ്റ് ഫ്രം ബാങ്ക്. ദെൻ സെക്കൻഡ് വൺ ഈസ് ദ ഡിമാൻഡ് മസ്റ്റ് ബി മെയ്ഡ് അറ്റ് ദ പ്രോപ്പർ പ്ലേസ് ആൻഡ് പ്രോപ്പർ ടൈം. ശരിക്കും നമ്മൾ ഡിമാൻഡ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ദ ഡിമാൻഡ് മസ്റ്റ് ബി മെയ്ഡ് അറ്റ് ദ പ്രോപ്പർ പ്ലേസ് ആൻഡ് പ്രോപ്പർ ടൈം. ശരിയായിട്ടുള്ള രീതിയിലാണ്, ശരിയായിട്ടുള്ള സമയത്താണ് നമ്മൾ ബാങ്കിങ് ഹവേഴ്സിൽ തന്നെ ചോദിച്ചിരിക്കണം. അങ്ങനെയൊക്കെ നിർബന്ധമുണ്ടല്ലോ. ഇപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആയതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും അത് അവൈലബിൾ ആവുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. എങ്കിൽ കൂടെ ഇവിടെ പറയുന്നത് ദ ഡിമാൻഡ് മസ്റ്റ് ബി മെയ്ഡ് അറ്റ് ദ പ്രോപ്പർ പ്ലേസ്. ശരിയായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ഡിമാൻഡ് ചെയ്തിരിക്കണം. ആൻഡ് ഇൻ പ്രോപ്പർ ടൈം. ശരിയായിട്ടുള്ള ടൈമിൽ തന്നെയായിരിക്കണം. ദ ഡിമാൻഡ് മസ്റ്റ് ബി മെയ്ഡ് ഇൻ പ്രോപ്പർ മാനർ. ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചോദിക്കേണ്ടത്. നമുക്ക് പൈസ വിഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് ഓറലായിട്ട് പറഞ്ഞാൽ പറ്റില്ല. അതിനാവശ്യമായിട്ടുള്ള ചെക്ക് ലീഫുകളോ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ആ ഡോക്യുമെൻറ്റ്സ് വെച്ച് തന്നെ ആയിരിക്കണം നമ്മൾ ആവശ്യപ്പെടേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കോൺസെപ്റ്റിലെ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ. ഇവിടെ നമ്മൾ പഠിക്കുന്ന പോയിൻ്റ് അതാണ്. ബാങ്കറും ബാങ്കിലെ അക്കൗണ്ട് ഹോൾഡറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു. ഫസ്റ്റ് വൺ ഈസ് ജനറൽ റിലേഷൻഷിപ്പ്, സെക്കൻഡ് വൺ ഈസ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ്. അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് ജനറൽ റിലേഷൻഷിപ്പിലെ ഫസ്റ്റ് പോയിന്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ്. Then അവിടെ however an ordinary commercial debt is different from debt due from the following respect. ഇങ്ങനെയല്ലാത്ത പക്ഷം the creditor must be demand payment. In the case of ordinary commercial debt, the payment is made by the debtor on a specified date or earlier or on demand made by the creditor as per the terms of contract. But in the case of debt due from bank, the debtor is required to repay the amount only on demand made by the creditor. അതായത് ക്രെഡിറ്റർ മസ്റ്റ് ഡിമാൻഡ് പേയ്മെൻറ്റ്. ക്രെഡിറ്റർക്ക് എന്തിനുള്ള ഇതുണ്ട്? ക്രെഡിറ്റർ മസ്റ്റ് ഡിമാൻഡ് പേയ്മെൻറ്റ് നടത്താനുള്ള റൈറ്റ് ഉണ്ട്. ഇൻ ദ കേസ് ഓഫ് ഓർഡിനറി കമേഴ്സ്യൽ ഡെപ്റ്റ്. ഓർഡിനറി കമേഴ്സ്യൽ ഡെപ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ബിസിനസ് ആവശ്യങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്താ പറയുക? കമേഴ്സ്യൽ ഡെപ്റ്റ് എന്ന് പറയാം. ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ബൈ ദ ഡെപ്റ്റർ. Payment is made by the debtor on a specified date or earlier on demand made by the creditor as per the terms of contract. എന്താണോ ബാങ്കർ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മളോട് പറയുമല്ലോ, ഒരു ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ന സമയത്ത് തിരിച്ചടയ്ക്കണം എന്ന് പറയുന്നതാണ് അവിടെ ഡിമാൻഡ് പേയ്മെൻറ്റ്. ദ ക്രെഡിറ്റർ മസ്റ്റ് ഡിമാൻഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ആവശ്യപ്പെടുന്ന പക്ഷം അതുപോലെ ചെയ്യാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡെപ്റ്റ് ഡ്യൂ ഫ്രം ബാങ്ക്, നമ്മൾ തിരിച്ചടയ്ക്കാനായിട്ട് വൈകിക്കഴിഞ്ഞാൽ ഡെപ്റ്റ് ഡ്യൂ ഫ്രം ബാങ്ക്, ദ ഡെപ്റ്റർ ഈസ് റിക്വയർഡ് ടു റീപേ ദ എമൗണ്ട് ഓൺലി അറ്റ് ഡിമാൻഡ് മെയ്ഡ് ബൈ ദ ക്രെഡിറ്റർ. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് ഡിമാൻഡ് മസ്റ്റ് ബി മെയ്ഡ് അറ്റ് ദ പ്രോപ്പർ പ്ലേസ് ആൻഡ് പ്രോപ്പർ ടൈം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിയായിട്ടുള്ള സമയത്ത് ശരിയായിട്ടുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചോദിക്കേണ്ടത്. അതിൽ ദ ഡിമാൻഡ് മെയ്ഡ് ബൈ ദ ക്രെഡിറ്റർ ഫോർ ദി എമൗണ്ട് ഡ്യൂ ബൈ ദ ബാങ്കർ ഷുഡ് ബി മെയ്ഡ് അറ്റ് ദ ബ്രാഞ്ച് ഓഫ് ദ ബാങ്ക് കൺസേൺ ഡ്യൂറിംഗ് ദ നോർമൽ വർക്കിംഗ് ഹവേഴ്സ് ബാങ്കിങ് ഓൺ വർക്കിംഗ് ഡേ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ആൻ ഓർഡിനറി കമേഴ്സ്യൽ ഡെപ്റ്റ് ദർ ആർ നോ സച്ച് കണ്ടീഷൻസ് ഓർ റെസ്ട്രിക്ഷൻസ്. ദെൻ അവിടെ ബട്ട് ഇൻ ദ കേസ് ഓഫ് ഓർഡിനറി കമേഴ്സ്യൽ ഡെപ്റ്റ് ദർ ആർ നോ സച്ച് കണ്ടീഷൻസ് ഓർ റെസ്ട്രിക്ഷൻസ്. ഇവിടെ ഡ്യൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിമാൻഡ് മസ്റ്റ് ബി മെയ്ഡ് അറ്റ് ദ പ്രോപ്പർ പ്ലേസ് ആൻഡ് ടൈം. ദ ഡിമാൻഡ് ബൈ ദ ക്രെഡിറ്റർ ഫോർ ദ എമൗണ്ട് ഡ്യൂ ബൈ ദ ബാങ്കർ
should be made at the branch of the bank concerned during the normal working hours of the bank on working day. ദെൻ നെക്സ്റ്റ് ചോദിക്കേണ്ടത് ഡിമാൻഡ് ടു ബി മെയ്ഡ് ഇൻ ദ പ്രോപ്പർ മാനർ. 3 കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത്. ഒന്ന് പ്രോപ്പർ ടൈം ആയിരിക്കണം, പ്രോപ്പർ പ്ലേസ് ആയിരിക്കണം, പ്രോപ്പർ മാനർ ആയിരിക്കണം. ശരിയായിട്ടുള്ള സമയത്ത് ശരിയായിട്ടുള്ള രീതിയിൽ ശരിയായിട്ടുള്ള സ്ഥലത്ത് വെച്ച് ചോദിക്കണം എന്നാണ് പറയുന്നത്. ഈ 3 കണ്ടീഷൻസാണ്: പ്രോപ്പർ പ്ലേസ്, പ്രോപ്പർ ടൈം, പ്രോപ്പർ മാനർ. പ്രോപ്പർ പ്ലേസ്, പ്രോപ്പർ ടൈം, പ്രോപ്പർ മാനർ. ഡിമാൻഡ് ടു ബി മെയ്ഡ് ഇൻ ദ പ്രോപ്പർ മാനർ. ഡിമാൻഡ് എപ്പോഴും എങ്ങനെയായിരിക്കണം? പ്രോപ്പർ മാനറിലായിരിക്കണം. ഡെപ്റ്റ് ഡ്യൂ ഫ്രം എ ബാങ്ക് ക്യാൻ ബി കളക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബാങ്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. എങ്ങനെയാണ് അത് കളക്ട് ചെയ്യുക? ഫണ്ട് എങ്ങനെയാണ് കളക്ട് ചെയ്യുക? ചെക്കോ ഡ്രാഫ്റ്റോ ക്യാഷോ വേറെ ഏത് രീതിയിലാണ് വെച്ചാൽ അതുപോലെ. എ വെർബൽ ഓർ ടെലിഫോൺ ഡിമാൻഡ് വിൽ നോട്ട് ബി ടേക്കൺ ആസ് എ പ്രോപ്പർ ഡിമാൻഡ്. ടെലിഫോണിക് കോൺടാക്റ്റിലൂടെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ആൻ ഓർഡിനറി കമേഴ്ഷ്യൽ ഡെപ്റ്റ് ദർ ഇസ് നോ സച്ച് പ്രൊസീജിയർ. എന്താണ് അപ്പോൾ അതിൽ പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. സെക്കൻഡ് പോയിന്റ് ഈസ് ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി റിലേഷൻഷിപ്പ്. Trustee and beneficiary. A banker acts as a trustee of his customers in those cases where the banker accepts securities and other valuables for safe custody. ചില വേറൊരു തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ ബാങ്കർ ആക്ട് ആസ് എ ട്രസ്റ്റി ഫോർ ഹിസ് കസ്റ്റമേഴ്സ്. Banker act as a trustee for his customers. Trustee and beneficiary relationship. Banker act as a trustee. ബാങ്കർ എപ്പോഴാണ് ട്രസ്റ്റി ആയിട്ട് മാറുക? ഒരു വിശ്വസ്തനായ സേവകനായിട്ട് മാറുക എന്ന് പറയുന്ന റിലേഷൻഷിപ്പാണ് സെക്കൻഡ് റിലേഷൻഷിപ്പിൽ കാണിക്കുന്നത്. ട്രസ്റ്റി, നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു ട്രസ്റ്റിയാണ് ആര്? ബാങ്കർ. കണ്ടോ, അതാണ് സെക്കൻഡ് പോയിന്റ്. പിന്നെ എന്താ റിലേഷൻഷിപ്പ് പറയുന്നത്? എന്താ? ദ ബാങ്കർ ആക്ട് ആസ് എ ട്രസ്റ്റി ഫോർ ഹിസ് കസ്റ്റമേഴ്സ് ഇൻ ദോസ് കേസസ് വെർ ദ ബാങ്കർ ആക്സെപ്റ്റ് സെക്യൂരിറ്റീസ് ആൻഡ് അതർ വാല്യുബിൾസ് ഫോർ സേഫ് കസ്റ്റഡി. The customer who is the beneficiary continues to be the owner of valuables deposited with the banker. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? ആദ്യത്തെ പോയിന്റ് എന്താ പറയുന്നത്? ദ ബാങ്കർ ആക്ട് ആസ് എ ട്രസ്റ്റി ഫോർ ഹിസ് കസ്റ്റമേഴ്സ് ഇൻ ദോസ് കേസസ് വെർ ദ ബാങ്കർ ആക്സെപ്റ്റ് സെക്യൂരിറ്റീസ് ആൻഡ് അതർ വാല്യുബിൾസ് ഫോർ എ സേഫ് കസ്റ്റഡി. വളരെ വിലപിടിപ്പുള്ളതായിട്ടുള്ള സംഭവങ്ങളോ അതായത് വാല്യുബിൾസോ സേഫ് കസ്റ്റഡീസോ എന്തെങ്കിലും ബാങ്കിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കർ എന്തായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഒരു ട്രസ്റ്റി ആയിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുക ബിഹാഫ് ഓഫ് ദി കസ്റ്റമർ. ഒരു കസ്റ്റമർക്ക് വേണ്ടി. കസ്റ്റമറെയാണ് നമ്മളവിടെ എന്ത് പറയുന്നത്? ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. ബാങ്ക് ആക്ട് ആസ് എ ട്രസ്റ്റി. ദ കസ്റ്റമർ ഹു ഈസ് ദ ബെനിഫിഷ്യറി കണ്ടിന്യൂസ് ടു ദ ഓണർ ഓഫ് ദ വാല്യുബിൾസ് ഡെപ്പോസിറ്റഡ് വിത്ത് ദ ബാങ്കർ. നമ്മുടെ വാല്യുബിൾസ് സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കാനായിട്ട് ബാങ്കിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ബാങ്കർ അവിടെ ട്രസ്റ്റിയും അതേസമയം കസ്റ്റമർ അവിടെ ബെനിഫിഷ്യറി ആയിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് റിലേഷൻഷിപ്പ് വാസ് ആസ് എ ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ദ കസ്റ്റമർ ടു ദ ബാങ്കർ റിഗാർഡിംഗ് ദ പർപ്പസ് ഓർ യൂസ് ഓഫ് മണി ഓർ വാല്യുബിൾസ് എൻട്രസ്റ്റഡ് ടു ദ ബാങ്കർ. ഇങ്ങനെ ചില സിറ്റുവേഷൻസിൽ ബാങ്കർ ട്രസ്റ്റിയും അതേപോലെ തന്നെ കസ്റ്റമർ ബെനിഫിഷ്യറി ആവണമെന്നുണ്ടെങ്കിൽ ചില ഇൻസ്ട്രക്ഷൻസിൻ്റെ ബേസിൽ മാത്രമാണ് ആ റിലേഷൻഷിപ്പ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, if specific instructions are given at the time of deposit of money. പണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ടെങ്കിൽ ദ ബാങ്കർ ഈസ് ദ ട്രസ്റ്റി ഫോർ ദ മണി ഡെപ്പോസിറ്റഡ്. നമ്മൾ ഒരു 10 ലക്ഷം രൂപയോ 20 ലക്ഷം രൂപയോ 1 കോടി രൂപയോ ഒക്കെ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ തരാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം ബാങ്കർ ആരായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്? ബാങ്കർ ആക്ടിങ് ആസ് എ ട്രസ്റ്റി. അതിൻ്റെ ഗുണം ലഭിക്കുന്നത് ആർക്കാണ്? കസ്റ്റമർക്കാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമറെ നമ്മൾ എന്താ പറയുക? ബെനിഫിഷ്യറി. ദെൻ അതിൻ്റെ ഗുണഭോക്താവ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. കണ്ടോ, ബെനിഫിഷ്യറി. അവിടെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് അവിടെ ബെനിഫിഷ്യറി ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു കണ്ടോ, ദ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൺ അറ്റ് ദ ടൈം ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി. ദ ബാങ്കർ ഈസ് എ ട്രസ്റ്റി ഫോർ ദ മണി deposited. For example, when the money is paid into the bank with the instructions to retain it till further orders, the banker will be considered as a trustee for the funds and not a debtor similarly. ഇനി
When the money is paid into the bank with instructions to retain till further orders, the banker will be considered as a trustee for the funds, not a debtor. Similarly, then similarly, when a check or bill is given for collection of the banker acting as a trustee for the check or bill till to be collected. ഇനി വേറൊരു സിറ്റുവേഷനിൽ എപ്പോഴാണ് ബാങ്കർ ഒരു ട്രസ്റ്റി ആയിട്ട് മാറണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ക്ലിയർ ചെയ്തെടുക്കേണ്ടതായിട്ടുള്ള ചെക്കുകളോ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുള്ള ചില ബില്ല് ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ബില്ല് പോലെയുള്ള ഡോക്യുമെൻറ്റ്സോ നമ്മൾ ആരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്? ബാങ്കിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ കളക്ടിങ് ദ ചെക്ക്, ഫോർ കളക്ടിങ് ദ ബിൽ എമൗണ്ടോ ചെക്ക് എമൗണ്ടോ കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ബാങ്കിനെ ഏൽപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെൻ്റ് നഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ ബാങ്കർ അവിടെ എന്തായിട്ട് ആക്ട് ചെയ്യാണ് ചെയ്യുക? ബാങ്ക് ആക്ടിങ് ആസ് എ ട്രസ്റ്റി. ആ സിറ്റുവേഷനിലെ ബാങ്കർ എന്തായിട്ട് ആക്ട് ചെയ്യണം? ട്രസ്റ്റി ആയിട്ട് ആക്ട് ചെയ്യണം. അവിടെ വെൻ എ ചെക്ക് ഓർ ബിൽ ഈസ് ഗിവൺ ഫോർ കളക്ഷൻ ദ ബാങ്കർ ആക്ട് ആസ് എ ട്രസ്റ്റി ഓഫ് ദ ചെക്ക് ഓർ ബിൽ ടിൽ ഈസ് ടു ബി കളക്റ്റഡ്. ആ ബില്ലോ ചെക്കോ കളക്ട് ചെയ്ത് വരുന്നത് വരെ ബാങ്കർ ട്രസ്റ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നു. ബട്ട് വൺസ് ദ ചെക്ക് വിൽ ബി കളക്റ്റഡ് ബൈ ദ ബാങ്കർ ആൻഡ് ദ പ്രൊസീഡ്സ് ആർ ക്രെഡിറ്റഡ് ടു ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട്, ദ ബാങ്കർ ബിക്കം എ ഡെപ്റ്റർ. അതായത് ചെക്ക് കളക്ട് ചെയ്ത് കിട്ടുകയും ചെക്ക് കളക്ട് ചെയ്തതിന് ശേഷം അത് ബാങ്കിൽ ഈ ബെനിഫിഷ്യറിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താണ് ചെയ്യുന്നത്? ബാങ്കർ ആക്ടിങ് ആസ് എ ഡെപ്റ്റർ. കണ്ടോ? അവിടെ നമ്മൾ പറയുന്ന ചില സിറ്റുവേഷൻസിലെ ചില ധാരണ, അതായത് കസ്റ്റമറും ബാങ്കും തമ്മിലുള്ള റിലേഷൻഷിപ്പിലെ ചില സിറ്റുവേഷൻസിലെ ബാങ്കർ ആരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? ട്രസ്റ്റി ആയിട്ട് മാറുകയും അതേസമയം കസ്റ്റമർ ബെനിഫിഷ്യറി ആയിട്ട് മാറുകയും ചെയ്യുന്നു. ചില വാല്യുബിൾസോ സെക്യൂരിറ്റീസോ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷനിലെ ബാങ്കർ ട്രസ്റ്റിയും കസ്റ്റമർ ബെനിഫിഷ്യറി ആയിട്ട് മാറുന്നു. പിന്നെ പറയുന്ന വേറൊരു പോയിന്റ് എന്താണ്? നമ്മൾ ചെക്കോ ബില്ലോ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ബാങ്കിൽ നിക്ഷേപിക്കുകയും അതിൻ്റെ കളക്ഷൻ പീരീഡ് വരെ, അത് കളക്ട് ചെയ്യുന്നത് വരെ അത് ബാങ്കിൽ സുരക്ഷിതമാണ്. കേട്ടോ? അങ്ങനെ സുരക്ഷിതമാണ് എന്ന് പറയുമ്പോൾ ബാങ്കർ ആക്ടിങ് ആസ് എ ട്രസ്റ്റി. അങ്ങനെ സുരക്ഷിതമാണ് എന്ന് പറയണമെങ്കിൽ ബാങ്കർ അവിടെ ആരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? ട്രസ്റ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കണ്ടോ? ബാങ്കർ ആക്ടിങ് ആസ് എ ട്രസ്റ്റി, acting as a trustee of the check or bill till it is to be collected. But once the check or bill is collected by the banker and the proceeds are credited to the customer's account, the bank become debtor. ബില്ലോ ചെക്കോ കളക്ട് ചെയ്യുകയും അത് ബെനിഫിഷ്യറിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ബാങ്ക് എന്തായിട്ട് മാറുകയാണ് ചെയ്യുക? ബാങ്ക് ആക്ടിങ് ആസ് എ ഡെപ്റ്റർ. ബാങ്കർ ആരായിട്ട് മാറുകയാണ്? ഡെപ്റ്ററായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് മനസ്സിലാക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് റിലേഷൻഷിപ്പ് എന്താണ്? ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. സെക്കൻഡ് റിലേഷൻഷിപ്പ് എന്താ നമ്മൾ പഠിച്ച? ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി റിലേഷൻഷിപ്പ്. ദെൻ തേർഡ് പോയിന്റ് ഈസ് ആസ് എ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് റിലേഷൻഷിപ്പ്. ബാങ്കറും കസ്റ്റമറും തമ്മിൽ അനദർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. ബാങ്കർ ആക്ടിങ് ആസ് എൻ ഏജൻറ്റ് ഓഫ് ദ കസ്റ്റമർ ഇൻ ദോസ് കേസസ് വെർ ഇറ്റ് പെർഫോംസ് ഏജൻസി ഫങ്ഷൻ സച്ച് ആസ് collection of debt, collection of check, selling of securities, payment of insurance premium, etc. on behalf of his customer. On behalf of his customer. കസ്റ്റമർക്ക് വേണ്ടി കസ്റ്റമറുടെ ഇൻഷുറൻസ് പ്രീമിയം പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. അതേപോലെ ലോൺസുകൾ അതാത് സമയം പേയ്മെൻറ്റ് നടത്താനുള്ളത് പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. അതേസമയം ചെക്കോ ബില്ലുകളോ കളക്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യുക. ദെൻ കസ്റ്റമർക്ക് വേണ്ടി സെക്യൂരിറ്റീസ് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുക എന്നൊക്കെ പറയുന്ന സർവീസസ്. ഇതെല്ലാം ബാങ്കുകൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ബാങ്ക് ആക്ടിങ് ആസ് എൻ ഏജൻറ്റ് ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ. ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ബാങ്ക് ചെയ്യുന്നതെങ്കിൽ ബാങ്കറെ നമ്മൾ എന്തെന്ന് പറയുന്നു? ബാങ്ക് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുക. അതേസമയം കസ്റ്റമർ അവിടെ പ്രിൻസിപ്പലായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇതാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ദെൻ അവിടെ 3 റിലേഷൻഷിപ്പാണ് പറയുന്നത്. ഏതൊക്കെയാണ് 3 റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? ഏതാണ്? ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. Then second point is trustee and beneficiary relationship, and third one is as a principal and agent relationship. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് what is the relationship between banker and customer. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എന്താ? കസ്റ്റമർ സിംപ്ലി റെഫേഴ്സ് ടു ഹു ഓപ്പൺ an account within the bank. That account holder is called as customer. അല്ലേ? ആരാണോ ആ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അയാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കസ്റ്റമർ എന്ന് പറയുന്നത്. ദെൻ
ബാങ്കിനെ ബാങ്കർ എന്നുള്ള പേരിലും അറിയപ്പെടുന്നു. ഇനി ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ജനറൽ റിലേഷൻഷിപ്പും സെക്കൻഡ് വൺ ഈസ് സ്പെഷ്യൽ റിലേഷൻഷിപ്പും. അപ്പോൾ ജനറൽ റിലേഷൻഷിപ്പിലെ ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള ജനറൽ റിലേഷൻഷിപ്പ് എന്താണ് പറഞ്ഞത്? ജനറൽ റിലേഷൻഷിപ്പിലെ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്, സെക്കൻഡ് വൺ ഈസ് ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി റിലേഷൻഷിപ്പ്, തേർഡ് വൺ ഈസ് പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് റിലേഷൻഷിപ്പ്. ദെൻ സെക്കൻഡ് കേസ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ്. ഇനി എന്താണ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് എന്താണെന്നാണ് നോക്കേണ്ടത്. ആ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ ടേക്സ് ദ ഫോം ഓഫ് ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കർ ആൻഡ് റൈറ്റ്സ് ഓഫ് എ ബാങ്കർ. രണ്ട് തരത്തിലാണ് സ്പെഷ്യൽ റിലേഷൻഷിപ്പിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കർ. സെക്കൻഡ് വൺ ഈസ് റൈറ്റ് ഓഫ് എ ബാങ്കർ. ഒബ്ലിഗേഷൻസ് കടപ്പാട്, കടമ. ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കർ, ബാങ്കർക്ക് ഒരു കസ്റ്റമറോടുള്ള കടമ എന്തൊക്കെയാണ്, കടപ്പാടുകൾ എന്തൊക്കെയാണ്, അതിനെയാണ് ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് റൈറ്റ്സ് ഓഫ് എ ബാങ്കർ, ബാങ്കറുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്. ഈ രണ്ട് പോയിന്റിനെയും പവേഴ്സ്, നമ്മൾ പറയില്ലേ പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പോലെ തന്നെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഒരു ബാങ്കറുടെ റൈറ്റ്സും ആ ബാങ്കറുടെ ഒബ്ലിഗേഷൻസിനെയാണ് നമ്മളവിടെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്? സ്പെഷ്യൽ റിലേഷൻഷിപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തു. ഫസ്റ്റ് വൺ പറയുന്നത് എന്താ? ജനറൽ റിലേഷൻഷിപ്പും സെക്കൻഡ് വൺ പറയുന്നത് എന്താ? സ്പെഷ്യൽ റിലേഷൻഷിപ്പും. അപ്പോൾ സ്പെഷ്യൽ റിലേഷൻഷിപ്പിൽ രണ്ട് തരത്തിലാണെന്ന് പറഞ്ഞു. ഒന്നേതാ? ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കർ. രണ്ടാമത് പറയുന്നത് എന്താ? റൈറ്റ്സ് ഓഫ് എ ബാങ്കർ. ഇത് രണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെഷ്യൽ റിലേഷൻഷിപ്പ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കർ എന്ന് നോക്കാം. ഒരു ബാങ്കറുടെ ഒബ്ലിഗേഷൻസ് എന്താണ്? ദെൻ ഫസ്റ്റ് വൺ ഈസ് ഒബ്ലിഗേഷൻ ടു ഹോണർ ചെക്ക് ഹോണർ ചെയ്ത് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒബ്ലിഗേഷൻ ഉണ്ട്. അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ പറയുന്നത് ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ സീക്രസി ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ടിൻ്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്ന വേറൊരു ഒബ്ലിഗേഷനും ഉണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഒബ്ലിഗേഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഒബ്ലിഗേഷൻ ടു ഓണർ ചെക്ക് ഓണർ ചെയ്ത് കൊടുക്കാനുള്ള ഒബ്ലിഗേഷൻ ഉണ്ട്. രണ്ടാമത് പറയുന്ന പോയിന്റ് ഇതാ ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ സീക്രസി ഓഫ് അക്കൗണ്ട്സിൻ്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വവും ബാങ്കർക്കുണ്ട്. ഇതാണ് അവിടെ ഒബ്ലിഗേഷൻസിലെ രണ്ട് പാർട്ടായിട്ട് വരുന്നത്. ദെൻ ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. ഒബ്ലിഗേഷൻ ഓഫ് ഹോണർ ഓഫ് ചെക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള കടമ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ബാങ്കിൽ നിക്ഷിപ്തമാണ്. അവിടെ ദ ബാങ്കർ ഈസ് അണ്ടർ ദി ഫസ്റ്റ് വൺ ഈസ് ഒബ്ലിഗേഷൻ ടു ഹോണർ ചെക്ക്. ദ ബാങ്കർ ഈസ് അണ്ടർ എ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ടു ഹോണർ ചെക്ക് കസ്റ്റമേഴ്സ് ചെക്സ് ഡ്രോൺ ഓൺ ഹിം പ്രൊവൈഡഡ്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ചെക്ക് ഓണർ ചെയ്ത് കൊടുക്കാനുള്ള ഒബ്ലിഗേഷൻ ബാങ്കർക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ 5 കാറ്റഗറീസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഹി ഹാസ് സഫിഷ്യൻറ്റ് ഫണ്ട് ഓഫ് ദി കസ്റ്റമർ. The funds are properly applicable to the payment of such a check. Third point is banker has been duly required to pay. Then fourth one is the check has been presented with a reasonable time after the apparent date of its issue. Then fifth one is no prohibitory orders of the court or any other competent authority is standing against the account of the customer or tax authority. Then ഈ 5 പോയിന്റുകൾ നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സഫിഷ്യൻറ്റ് ഫണ്ട്. എപ്പോഴാണ് ഒരു ബാങ്കർക്ക് കസ്റ്റമറുടെ ചെക്ക് ഹോണർ ചെയ്ത് കൊടുക്കാനുള്ള അധികാരം എന്ന് പറയാൻ പറ്റില്ല, ഒബ്ലിഗേഷൻ, കടമയുള്ളത് അല്ലെങ്കിൽ കടപ്പാടുള്ളത്. Then banker's obligation to honor the customer's check will arise only when the banker has customer funds at least equal to the amount of the check. While determining the insufficiency of funds, the customer funds which the banker may have in various other branches to negotiable instruments which have not been collected are not been taken account. Even the funds which the customer may have in accounts other than against which the check has been drawn are not to be taken into account for this purpose. ഇവിടെ ബാങ്കറുടെ അക്കൗണ്ടിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ അതാണ് സഫിഷ്യൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഒരു കസ്റ്റമറുടെ അക്കൗണ്ടിൽ അയാൾ ചോദിക്കുന്ന
തുക തുല്യമായിട്ടുള്ള രീതിയിലോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ബാങ്കിന് എന്തിനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്? ചെക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള, ഹോണർ ചെയ്ത് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. If the balance in the account of the customer is not sufficient to make payment on the check presented, the bank under no obligation to make a part payment of the check. അതായത് പിന്നൊരു കാര്യം പറയാനുള്ളത്, ആദ്യം പറഞ്ഞത് എന്താ? ബാങ്കിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താ പറഞ്ഞത്? ഒരു ചെക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ ഒരു ചെക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മതിയായിട്ടുള്ള, അദ്ദേഹം ആവശ്യപ്പെട്ടുള്ള തുക മുഴുവൻ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് കെടുക്കുന്നുണ്ടെങ്കിൽ ബാങ്കർക്ക് ചെക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത്, ഇഫ് ദ ബാലൻസ് ഇൻ ദ അക്കൗണ്ട് ഓഫ് ദ കസ്റ്റമർ ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു മേക്ക് ഓൺ ദ ചെക്ക് ഈസ് പ്രസൻറ്റഡ്, ദ ബാങ്ക് ഈസ് അണ്ടർ നോ ഒബ്ലിഗേഷൻ ടു മേക്ക് പാർട്ട് പേയ്മെൻറ്റ് ഓഫ് ദ ചെക്ക്. ഇനി ഇപ്പോൾ നമ്മൾ ഒരു കസ്റ്റമർ വന്നിട്ട് അയാളുടെ അക്കൗണ്ടിലുള്ളതിൽ കൂടുതൽ എമൗണ്ട് എഴുതാണ്. അതായത് ആക്ച്വലി ഒരു 25,000 മാത്രമേ എമൗണ്ട് ഉള്ളൂ, പക്ഷേ 30,000 ചെക്കുമായിട്ടാണ് കസ്റ്റമർ വരുന്നതെങ്കിൽ ഒരിക്കലും 25 വരെ കൊടുത്തുകൊണ്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള ബാധ്യത ആർക്കില്ല? ബാങ്കർക്കില്ല. കണ്ടോ, അവിടെയാണ് നമുക്കൊരു സംശയം വരിക. അങ്ങനെയാണെങ്കിൽ ഞാൻ 30ൻ്റെ ചെക്കാണല്ലോ കൊടുത്തിരിക്കണേ, പക്ഷേ 25,000 രൂപയുണ്ട്, എനിക്ക് 25,000 രൂപ അതിൻ്റെ ബേസിൽ ക്ലിയർ ചെയ്ത് തന്നൂടെ ചോദിക്കുമ്പോൾ അവിടെ എന്തില്ല? അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി ബാങ്കിനില്ല. അവിടെ അത് എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതാണ് അവിടെ പറഞ്ഞത്, ഇഫ് ദ ബാലൻസ് ഇൻ ദ അക്കൗണ്ട് ഓഫ് ദ കസ്റ്റമർ ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു മേക്ക് പേയ്മെൻറ്റ് ഓൺ ദ ചെക്ക് പ്രസൻറ്റഡ്, ദ ബാങ്ക് ഈസ് അണ്ടർ നോ ഒബ്ലിഗേഷൻ ടു മേക്ക് പാർട്ട് പേയ്മെൻറ്റ് ഓഫ് ദ ചെക്ക്. അതായത് ആ ചെക്കിൻ്റെ, ചോദിച്ചിരിക്കുന്ന ചെക്കിൻ്റെ പാതിയായിട്ടോ അല്ലെങ്കിൽ ഉള്ള എമൗണ്ടോ കൊടുക്കാനായിട്ടുള്ള ബാധ്യത ബാങ്കർക്കില്ല. ദെൻ the obligation to honor the customer's check may be extended to the amount of the overdraft which a banker may have expressly or then impliedly agreed to a sanction to the customer. The obligation to honor the customer's check may be extended to the extent of the amount of the overdraft which the banker, where the banker in the past has been honoring customer's check to be a certain limit in spite of insufficiency of funds, the later on asking the customer to make good the deficiency, the banker should not dishonor the customer's check in a similar case without giving him proper notice, because in such a case an implied agreement to grant overdraft will be presumed. ചില സിറ്റുവേഷൻസിൽ ഓവർഡ്രാഫ്റ്റ് അനുവദിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതാ? കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് അക്കൗണ്ടിൽ ഉള്ളതിൽ കൂടുതലായിട്ട് പിൻവലിക്കാനുള്ള ഒരു അധികാരം ബാങ്കർ കൊടുക്കാറുണ്ട്. അത് കൊടുക്കുക എന്ന് പറയുമ്പോൾ മുൻകൂട്ടി തന്നെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? അത്തരത്തിലൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടാവാം. ആൻ ഇൻഡിവിജ്വൽ ദാറ്റ് ഈസ് employed by a banking institution and participate in various financial transactions which may or may not be include investment. ദെൻ ഇവിടെ പറയുന്നത്, ഇനി എപ്പോഴാണ്? അപ്പോൾ 3 കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം, സഫിഷ്യൻറ്റ് ഫണ്ട് ഉണ്ടെങ്കിൽ കസ്റ്റമർക്ക് വേണ്ടി ബാങ്കർ എന്ത് ചെയ്ത് കൊടുത്തിരിക്കണം? ചെക്ക് ഹോണർ ചെയ്ത് കൊടുത്തിരിക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഇൻസഫിഷ്യൻസി ഓഫ് ഫണ്ട്. സഫിഷ്യൻറ്റ് ഫണ്ട് ഇല്ലാത്ത പക്ഷം പാർട്ട്ലി ആയിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കില്ല? ബാങ്കർക്കില്ല. ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ 25,000 രൂപയേ ഉള്ളൂ, 30,000 രൂപയാണ് ചെക്ക് വന്നിരിക്കുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അല്ലാതെ 25,000 രൂപ വരെ ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കില്ല? ബാങ്കർക്കില്ല. ദെൻ തേർഡ് കേസിൽ, ഇൻ സം സിറ്റുവേഷൻസ് ഓവർഡ്രാഫ്റ്റ് ഷുഡ് ബി അലൗഡ് ടു ദ സെർട്ടൻ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. മാത്രമല്ല ചില കസ്റ്റമേഴ്സിൻ്റെ, അതായത് കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞിരിക്കുന്നതിൽ കൂടുതൽ പിൻവലിക്കാനായിട്ടുള്ള ചെക്കുകളൊക്കെ ആണെങ്കിൽ അത് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി, അതിനുള്ള obligation to honor the customer check may be extended to the extent of the amount of overdraft which may banker may expressly or impliedly agree to sanction to the customer. ചിലപ്പോൾ അത് മുൻകൂട്ടി തന്നെ അതിനുള്ള ഒരു സാങ്ഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അക്കൗണ്ടിന്മേൽ ഓവർഡ്രാഫ്റ്റ് അനുവദിക്കാനുള്ള അധികാരം ബാങ്കർക്കുണ്ട്. അത് ക്ലിയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. Where the banker in the past has been honoring customer check to certain limit in spite of insufficiency funds and later on asking the customer to make a good the deficiency, the banker should not dishonor the customer's check in a similar case without giving him proper notice, because in such a case an implied agreement to grant overdraft will be presumed. ഇത് ഈ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് ഒബ്ലിഗേഷൻ ടു ഹോണർ ചെക്ക്. ചെക്ക് ഹോണർ ചെയ്ത് കൊടുക്കാനുള്ള കടമ എന്ന് പറയുന്നത് ഫസ്റ്റ് കേസ് സഫിഷ്യൻസി ഓഫ് ഫണ്ട്. ദെൻ സെക്കൻഡ് പോയിന്റ് അപ്ലിക്കബിലിറ്റി ഓഫ് ഫണ്ട്സ്. അപ്ലിക്കബിലിറ്റി ഓഫ് ഫണ്ട്സിലെ
A customer may be having several accounts in a particular bank in his various capacities, but it is essential that the account on which a check has been drawn must have sufficient balance. When a customer draws a check against one account with insufficient balance, the banker cannot honor the check. For example, a customer having a debit balance in his savings bank cannot presume that his check will be honored just because he has a current account credit balance with the same bank. ദെൻ അവിടെ അപ്ലിക്കബിലിറ്റി ഓഫ് ഫണ്ട്സ്, അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. അപ്ലിക്കബിലിറ്റി ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ആ ബാങ്കിൽ തന്നെ വേരിയസ് അക്കൗണ്ട്സ് ഉണ്ടാവാം. നിങ്ങൾക്കറിയാലോ, ഒരു കസ്റ്റമർക്ക് ആ ബാങ്കിൽ കറണ്ട് അക്കൗണ്ട് ഉണ്ടാവാം, സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാവാം. ചിലപ്പോൾ ഒരു കസ്റ്റമർക്ക് ആ ബാങ്കിൽ തന്നെ 2 സേവിങ്സ് അക്കൗണ്ടും വരാറുണ്ട് അല്ലേ. 2 സേവിങ്സ് അക്കൗണ്ടും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന, അതായത് ചെക്ക് കൊടുത്തിരിക്കുന്ന അക്കൗണ്ടിൽ സഫിഷ്യൻറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്കർക്ക് അത് ക്ലിയർ ചെയ്യാനുള്ള, ഹോണർ ചെയ്ത് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു അക്കൗണ്ട് നമ്പറിൽ 105 എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമ്പറും 110 എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമ്പറും കണ്ടോ, ഒന്ന് 105ഉം ഒന്ന് 110ഉം, ഇതാണ് 2 അക്കൗണ്ട്. എന്നാൽ 105-ലെ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്, 110-ലാണെങ്കിലോ ഡെബിറ്റ് ബാലൻസിലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ ദെൻ ആ 110-ലത്തെ ഒരു അക്കൗണ്ടിലേക്കാണ് നമ്മൾ ചെക്ക് എഴുതി കൊടുക്കണമെന്ന് വെച്ചാൽ അതെന്ത് ചെയ്യില്ല, അവിടെ സഫിഷ്യൻറ്റ് ക്രെഡിറ്റ് ബാലൻസ് ഇല്ലാത്ത പക്ഷം അത് ക്ലിയർ ചെയ്ത് കൊടുക്കില്ല. ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സേവിങ്സ് അക്കൗണ്ടിൽ ഒട്ടും തന്നെ ബാലൻസ് ഇല്ല, പക്ഷേ കറണ്ട് അക്കൗണ്ടിൽ പ്രോപ്പർ ബാലൻസ് ഉണ്ടെങ്കിൽ, ചെക്ക് വന്നിരിക്കുന്നത് സേവിങ്സ് അക്കൗണ്ടിലെ ആണെങ്കിൽ ആ കസ്റ്റമർക്ക് കറണ്ട് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് എടുത്തുകൊണ്ട് ക്ലിയർ ചെയ്ത് കൊടുക്കില്ല എന്നർത്ഥം അല്ലേ. ഒന്ന് സേവിങ്സ് അക്കൗണ്ട് ആവാം, ഒന്ന് കറണ്ട് അക്കൗണ്ട് ആവാം. അപ്പോൾ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ ഡെബിറ്റ് ബാലൻസിലാണ് കിടക്കണേ. ഡെബിറ്റ് ബാലൻസിലാണെന്ന് പറയുകയാണെന്ന് വെച്ചാൽ അവിടെ ഒട്ടും തന്നെ ബാലൻസ് ഇല്ല, ഡെബിറ്റ് ബാലൻസിലാണ് ആ അക്കൗണ്ട് കിടക്കുന്നത്. എന്നാൽ കറണ്ട് അക്കൗണ്ടിൽ എന്തായിരിക്കാം, ചിലപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടായിരിക്കാം. ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, സഫിഷ്യൻ്റ് എമൗണ്ട് അതിലുണ്ട് എന്നർത്ഥം. ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓവർ ഡ്രാഫ്റ്റാണ്, നമ്മൾ പിൻവലിച്ച് കഴിഞ്ഞു, ഇനി അതിലൊന്നുമില്ല. അതാണ് അവിടെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞെന്താ, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസും കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസും ആയിട്ടാണ് കിടക്കണതെന്ന് വെച്ചാൽ, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ചെക്കുമായിട്ടാണ് കസ്റ്റമർ വന്നിരിക്കുന്നത് വെച്ചാൽ ആ അക്കൗണ്ടിൽ സഫിഷ്യൻറ്റ് ഫണ്ട് ഇല്ലാത്ത പക്ഷേ എന്നാലോ കറണ്ട് അക്കൗണ്ടിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് ഉണ്ടേനും, പക്ഷേ അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കൊടുക്കാനായിട്ട് സാധിക്കില്ല. കണ്ടോ, ഒരു കസ്റ്റമർക്ക് 2 അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒന്നിൽ പൈസ ഉണ്ട് ഒന്നിൽ പൈസ ഇല്ല എന്ന് വിചാരിച്ചിട്ട് അത് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് പറയുന്നത് അപ്ലിക്കബിലിറ്റി ഓഫ് ഫണ്ട്സ്. നമ്മൾ എവിടെയാണോ അതിൻ്റെ അപ്ലിക്കബിലിറ്റി നോക്കിയിട്ട് വേണം ചെക്ക് ഓണർ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ചെക്ക് ഓണർ ചെയ്ത് കൊടുക്കാനുള്ള കടമയുണ്ട് ബാങ്കർക്ക്. പക്ഷേ അത് ഈ പറയുന്ന സിറ്റുവേഷൻസിൽ മാത്രം, ഈ പറയുന്ന രീതിയിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ബാങ്കർ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുള്ളൂ എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു, a customer having a debit balance in savings bank account presume that his check will be honored just because he has a current account credit balance with the same bank. ആ ബാങ്കിൽ തന്നെ ക്രെഡിറ്റ് ബാലൻസ് കറണ്ട് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുമായി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കൊടുക്കാനായിട്ട് സാധിക്കില്ല. cannot presume. Then first point is sufficient fund. Second point is applicability of funds. Then third point is banker duly required to pay. അതായത് the banker is bound to pay the money demanded if the check is complete in all respect and it is presented during banking hours. The banker need not honor the checks drawn on him following cases. അവിടെ പറയുന്നത് ഫസ്റ്റ് വൺ പറയുന്നത് എന്താ, the banker is bound to pay the money demanded if the check is complete in all respect and it is presented during the banking hours. എല്ലാ കാര്യങ്ങൾ കൊണ്ടും ബാങ്ക് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് കസ്റ്റമർ ചെക്ക് എഴുതിയിട്ട് ബാങ്കിങ് ഹവേഴ്സിൽ തന്നെയാണ് ബാങ്കറെ സമീപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കർ എന്ത് ചെയ്തിരിക്കണം, ചെക്ക് ക്ലിയർ ചെയ്ത് കൊടുത്തിരിക്കണം, ഓണർ ചെയ്ത് കൊടുത്തിരിക്കണം. അങ്ങനെ അല്ലാത്ത സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ദ ബാങ്കർ നീഡ് നോട്ട് ഹോണർ ദി ചെക്ക് ഡ്രോൺ ഓൺ ഹിം ഓൺ ദ ഫോളോയിങ് കേസ്. ചില സിറ്റുവേഷൻസിൽ ബാങ്കർക്ക് അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഏതാണ് സിറ്റുവേഷൻ, ഇഫ് ദ ചെക്ക് ഈസ് പോസ്റ്റ് ഡേറ്റ് ആണ്. അതായത് പോസ്റ്റ് ഡേറ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയി. ചിലപ്പോൾ നമുക്കറിയാം അതിന് 3 മാസമാണ് ഒരു ചെക്കിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ഇപ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ ഡിസംബറിൽ എഴുതിയിട്ടുള്ള ചെക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞു.
ആ ചെക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അത് പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ്. അപ്പോൾ ഇഫ് ദ ചെക്ക് ഈസ് പോസ്റ്റ് ഡേറ്റഡ്, ഇഫ് ദ ചെക്ക് ഡസ് നോട്ട് ബിയർ ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ, ഇഫ് ദ ചെക്ക് ഡസ് നോട്ട് ബിയർ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഡേറ്റുമായിട്ട് കൺഫ്യൂഷൻസ് ഉണ്ടാവാനായിട്ട് പാടില്ല. ഇഫ് ദ ചെക്ക് ഈസ് നോട്ട് സൈൻഡ് ബൈ ഓൾ ദി ജോയിൻറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ഇൻ കേസ് ഓഫ് ജോയിൻറ്റ് അക്കൗണ്ട്. ഇനി മാത്രമല്ല ആ ചെക്കിൽ ക്ലിയർ ആയിട്ടും ആര് സൈൻ ചെയ്തിരിക്കണം? അക്കൗണ്ട് ഹോൾഡർ സൈൻ ചെയ്തിരിക്കണം. ഇനി അക്കൗണ്ട് ഹോൾഡർ എന്ന് പറയുന്നത് ഒരു ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ, ആ ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് എല്ലാവരും തന്നെ ഒരേ സമയം അതിൽ സൈൻ ചെയ്തിരിക്കണം. അവിടെയാണ് നമ്മൾ പറയുന്നത് ബാങ്ക് ഈസ് ഡ്യൂലി റിക്വയർഡ് ടു പേ. ദെൻ ഫോർത്ത് പോയിന്റ് ഈസ് പ്രസൻറ്റഡ് വിത്തിൻ എ റീസണബിൾ ടൈം. മാത്രമല്ല ശരിയായിട്ടുള്ള സമയത്ത് തന്നെ ചെക്ക് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അത് ഓണർ ചെയ്ത് കൊടുക്കാനുള്ള അധികാരമുള്ളൂ. അവിടെ എ ചെക്ക് ഈസ് മെൻ ഫോർ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ആൻഡ് ഹെൻസ് ഇറ്റ് ഷുഡ് ബി പ്രസൻറ്റഡ് വിത്തിൻ എ റീസണബിൾ ടൈം. എ ചെക്ക് ബിക്കം സ്റ്റെയിൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രസൻറ്റഡ് വിത്തിൻ 3 months ഓഫ് ഇറ്റ്സ് ഇഷ്യൂ. അതായത് ഇപ്പോൾ പറയുന്നത് എ ചെക്ക് ബിക്കം സ്റ്റെയിൽ ചെക്ക്, അതായത് ഇങ്ങനെ കാലഹരണപ്പെട്ട ചെക്കുകളെയാണ് നമ്മൾ എന്താ പറയുക? സ്റ്റെയിൽ ചെക്ക്. അവിടെ നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ് വാട്ട് ഈസ് മീൻ ബൈ സ്റ്റെയിൽ ചെക്ക്. എ ചെക്ക് ബിക്കം സ്റ്റെയിൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രസൻറ്റഡ് വിത്തിൻ 3 months ഓഫ് ഇറ്റ്സ് ഇഷ്യൂ. ദെൻ അവിടെ ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രസൻറ്റഡ് വിത്തിൻ 3 months ഓഫ് ഇറ്റ്സ് ഇഷ്യൂ. ഒരു ചെക്ക് ഇഷ്യൂ ചെയ്ത് 3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് സബ്മിറ്റ് ചെയ്യാത്ത പക്ഷം ആ ചെക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റെയിൽ ചെക്ക്. സ്റ്റെയിൽ ചെക്കിൻ്റെ മീനിങ് എന്താ? കാലഹരണപ്പെട്ട ചെക്കുകൾ എന്നാണ് പറയുക സ്റ്റെയിൽ ചെക്ക്. അപ്പോൾ അവിടെ പ്രസൻറ്റഡ് വിത്തിൻ ദ റീസണബിൾ ടൈം, ശരിയായിട്ടുള്ള സമയത്ത് തന്നെ ചെക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കണം. ദെൻ ഫിഫ്ത്ത് പോയിൻ്റ് ഈസ് നോ ഗാർണിഷി ഓർഡർ ഓർ അറ്റാച്ച്മെൻറ്റ് ഓർഡർ. ഈ ചെക്ക് ക്ലിയർ ചെയ്യുന്ന സമയത്ത് ആ അക്കൗണ്ട് ഹോൾഡറിലെ അക്കൗണ്ട് മേൽ ഏതെങ്കിലും തരത്തിലൊരു ഗാർണിഷി ഓർ കോർട്ട് ഓർഡറോ അറ്റാച്ച്മെൻറ്റ് ഓർഡറോ ഉണ്ടോ എന്ന് ബാങ്കർ വെരിഫൈ ചെയ്തിരിക്കണം. ആ ബാങ്കർ ക്യാൻ റിഫ്യൂസ് പേയ്മെൻറ്റ് ഓഫ് എ ചെക്ക് ഇഫ് എ ഗാർണിഷി ഓർഡർ ഓർ അറ്റാച്ച്മെൻറ്റ് ഓർഡർ ഈസ് ഇഷ്യൂഡ് ബൈ ദ കോമ്പിറ്റൻ്റ് അതോറിറ്റി അഗെയിൻസ്റ്റ് ദ കസ്റ്റമേഴ്സ് ബാങ്ക് അക്കൗണ്ട്. കസ്റ്റമറുടെ അക്കൗണ്ടിന് എതിരായിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു ഓർഡർ കോർട്ടിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ ചെക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട്, ഹോണർ ചെയ്ത് കൊടുക്കാനായിട്ട് ആർക്ക് സാധിക്കില്ല? ബാങ്കർക്ക് സാധിക്കില്ല. Then garnishee, or what is meant by garnishee order? Garnishee order is issued by a court asking the banker to stop payment out of a particular account. ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിലെ ചെക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കരുത് എന്ന് ആവശ്യപ്പെടുന്ന ഒരു കോർട്ട് ഓർഡർ ആണ് ഇത് ഗാർണിഷി ഓർഡർ. ദിസ് ഈസ് issued by the court on a petition filled by the creditor when the debtor fails to pay the amount due to him. On issue of garnishee order, the account of a customer with the banker becomes suspended and frozen. Then അവിടെ എന്ത് ചെയ്തിരിക്കണം? ഓൺ ഇഷ്യൂ ഓഫ് ഗാർണിഷി ഓർഡർ ദ അക്കൗണ്ട് ഓഫ് ദ കസ്റ്റമർ വിത്ത് ദ ബാങ്കർ ബിക്കം സസ്പെൻഡഡ് ആൻഡ് ഫ്രോസൺ. അത്തരം സിറ്റുവേഷനിൽ ഒരു ഗാർണിഷി ഓർഡറോ കോർട്ട് ഓർഡറോ ഉള്ള പക്ഷം ബാങ്കർക്ക് ആ കസ്റ്റമറുടെ അക്കൗണ്ട് എന്ത് ചെയ്യാനായിട്ട് പാടില്ല? ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ആ സമയത്ത് ആ അക്കൗണ്ട് ഫ്രോസൺ ചെയ്തിരിക്കുകയാണ് ചെയ്യുക, അതായത് മരവിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സാണ്. കാരണം ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് പാടില്ല. അപ്പോൾ ഇതാണ് 5 പോയിൻറ്റ്സ് പറയുന്നത്. അപ്പോൾ അതൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ കൂടെ നമ്മൾ പറയാം. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം, നമ്മൾ എന്താണ് എടുത്തിരിക്കുന്നതെന്നൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ദെൻ സെക്കൻഡ് ചാപ്റ്ററിലെ കസ്റ്റമേഴ്സ് ഓഫ് എ ബാങ്ക്, ഒരു ബാങ്കിൻ്റെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹൂ ഈസ് എ കസ്റ്റമർ? ഡിഫൈൻ കസ്റ്റമർ. ദെൻ കസ്റ്റമർ സിംപ്ലി ബൈ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് വിത്ത് എ ബാങ്ക്. Then what are the relationship between banker and customer? Then it may be classified into 2. Then first one is general relationship and second one is special relationship. Then in the case of general relationship between banker and customer, that is first one is debtor and creditor relationship, second one is trustee and beneficiary relationship, and third one is principal and agent relationship. അവിടെ നോക്കേണ്ട പോയിന്റ് എന്താ? ഒരു തരത്തിൽ കസ്റ്റമറും ബാങ്കറും തമ്മിൽ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ്. അത് അക്കൗണ്ടിൻ്റെ പൊസിഷൻ അനുസരിച്ചിരിക്കും ഡെപ്റ്റർ ആണോ ക്രെഡിറ്റർ ആണോ എന്നുള്ളത്. ഡെപ്റ്റർ ആണ് വെച്ചാൽ ബാങ്കർ എപ്പോഴാണ് ഡെപ്റ്റർ ആവുക? ദെൻ കസ്റ്റമർക്ക് മതിയായിട്ടുള്ള ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ബാങ്കർ ഡെപ്റ്ററും കസ്റ്റമർ ക്രെഡിറ്ററുമായിട്ട് മാറും.
കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു ഓവർ ഡ്രാഫ്റ്റ് ആണ് അവിടെ അനുവദിച്ചിരിക്കുന്നത് വെച്ചാൽ ബാങ്കർ എന്തായിട്ട് മാറുകയാണ്, ക്രെഡിറ്ററും കസ്റ്റമർ ഡെപ്റ്ററായിട്ട് മാറും. ഇതാണ് അവിടെ ഒരു റിവേഴ്സ് റിലേഷൻഷിപ്പ് വരുന്നത്. പിന്നെ പറയുന്നത് ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി റിലേഷൻഷിപ്പാണ്. ബാങ്കർ വാല്യുബിൾസൊക്കെ സൂക്ഷിക്കാനായിട്ട് കസ്റ്റമർ ബാങ്കിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ ചെക്കോ അല്ലെങ്കിൽ ബില്ലോ ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് ബാങ്കറെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് ആക്ടിങ് ആസ് എ ട്രസ്റ്റി. അത്തരം സിറ്റുവേഷനിലും ബാങ്കർ എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, ട്രസ്റ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അവിടെ കസ്റ്റമർ ആരായിരിക്കും, ബെനിഫിഷ്യറി ആയിട്ട് ആക്ട് ചെയ്യുന്നു. മൂന്നാമത് പറയുന്നത് പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല്, ദെൻ മേക്ക് പേയ്മെൻറ്റ്സ് ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമർ. ഇങ്ങനെ ഒരുപാട് പേയ്മെൻറ്റുകൾ കസ്റ്റമർക്ക് വേണ്ടി ബാങ്കർ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ബാങ്കർ ആക്ടിങ് ആസ് ആൻ ഏജൻറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമർ. ആ റിലേഷൻഷിപ്പിൽ ആരായിരിക്കും ഏജൻറ്റ്, ബാങ്കർ ഏജൻറ്റും കസ്റ്റമർ പ്രിൻസിപ്പലായിട്ട് ആക്ട് ചെയ്യും. കണ്ടോ, ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറിയിൽ ബാങ്കർ ട്രസ്റ്റിയും കസ്റ്റമർ ബെനിഫിഷ്യറി ആയിരിക്കും. ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പിൽ അക്കൗണ്ടിൻ്റെ പൊസിഷൻ അനുസരിച്ച് ചില സിറ്റുവേഷൻസിൽ ബാങ്കർ ഡെപ്റ്ററും ചില സിറ്റുവേഷൻസിൽ ബാങ്കർ ക്രെഡിറ്ററുമായിട്ട് മാറാറുണ്ട്. അപ്പോൾ അതാണ് ജനറൽ റിലേഷൻഷിപ്പിൽ പറയുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് ലാസ്റ്റ് പറഞ്ഞത് ഏതാ, സ്പെഷ്യൽ റിലേഷൻഷിപ്പാണ്. സ്പെഷ്യൽ റിലേഷൻഷിപ്പ് രണ്ട് തരത്തിലാവാം. ഒന്ന് നമ്മൾ പറയുന്നത് ക്ലിയറിങ് ഫസ്റ്റ് ഒബ്ലിഗേഷൻസ്. ഫസ്റ്റ് വൺ പറയുന്നത് ഒബ്ലിഗേഷൻ ഓഫ് എ ബാങ്കർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് റൈറ്റ്സ് ഓഫ് എ ബാങ്കർ. അതിൽ ആദ്യം ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കറിലെ ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒബ്ലിഗേഷൻ ടു ഹോണർ ചെക്സ് ആൻഡ് ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ സീക്രസി ഓഫ് അക്കൗണ്ട്സ്. അതിൽ ഒബ്ലിഗേഷൻ ഓഫ് എ ഹോണർ ചെക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ എപ്പോഴൊക്കെയാണ് ബാങ്കർക്ക് ഒരു ചെക്ക് ഓണർ ചെയ്ത് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത്. Then first case, he has sufficient fund of the customer. Then second one is the funds are properly applicable to the payment of such a check. Third point, a banker has been duly required to pay. The check has been presented with a reasonable time. And fifth one is no prohibitory orders of the court. കോർട്ടിൽ നിന്ന് ഒരു പ്രൊഹിബിഷൻ ഓർഡേഴ്സ് ഒന്നും ഇല്ലാത്ത പക്ഷം ബാങ്കർക്ക് എന്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ്, ചെക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ധാരാളം വായിക്കുക, നോട്ടൊക്കെ തയ്യാറാക്കാം, നന്നായിട്ട് പഠിക്കാം. ഓക്കെ.